ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരമ രവ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. രാവണ വിലാപം. യുദ്ധമന്യോന്യം പറഞ്ഞിരിക്കും നേരം പുത്രൻ മരിച്ചതു കേട്ടൊരു രാവണൻ. വീണിതു ഭൂമിയിൽ മോഹം കലർന്നതി ക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹാ ഹാ കുമാര മണ്ഡോദരീ നന്ദന. ഹാ ഹാ സുകുമാര വീര മനോഹര. മത്കർമ്മദോഷങ്ങളെന്തു ചൊല്ലാവതു ദുഃഖമിതെന്നു മറക്കുന്നതുള്ളിൽ ഞാൻ. വിണ്ണവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കും ഇന്നു നന്നായുറങ്ങിടുമാറായതു. നമ്മയും പേടിയാർക്കുമിനി മമ ജന്മവും നിഷ്ഫലമായി വന്നിരീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞു നിരൂപിച്ചു മത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നെ കാരണമെന്നതു കൊണ്ടു ഞാൻ കൊന്നവൾ തന്നുടെ ചോര കുടിച്ചൊഴിച്ചെന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഖഡ്ഗവും ഓങ്ങിച്ചിരിച്ചലറിത്തത്ര നിർഗമിച്ചിടിനാൻ വൃദ്ധനാം രാവണൻ. സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു ഭീതയായത്രയും വേപധൂഗാത്രിയായി. ഹാ രാമ രാമ രാമേതി ജപത്തൊടുമാരാമദേശേ വസിക്കും ദശാന്തരേ. ബുദ്ധിമാനായ സുപാർശ്വൻ നയജ്ഞൻ അത്യുത്തമൻ കർപ്പൂരസത്തമൻ വൃത്തവാൻ. രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലനെന്നു ജഗത്രയ സമ്മതം. താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലോർക്കേ ഗുഹനും അനന്തനും. ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ദ്യനാം പുണ്യജനാധിപൻ. സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാധിവാസാത്മാ ജിതേന്ദ്രിയൻ. വേദവിദ്യാവ്രത സ്നാനപരായണൻ ബോധവാൻ ഭാർഗവ ശിഷ്യൻ വിനയവാൻ. എന്നിരിക്കേ ഭവാനിങ്ങു യുദ്ധാന്തരേ നന്നെത്രയുമോർത്തു കൽപ്പിച്ചതും. സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം. രാത്രിഞ്ചരേന്ദ്ര പ്രവര പ്രഭോ മയാ സാർദ്ധം വിരവോടു പോരിക പോരിനായി. മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നു കളഞ്ഞു നീ. ജാനകി ദേവിയെ പ്രാപിച്ചു കൊള്ളുക, മനസതാപവും ദൂര നീക്കിയിടുക.
നീതിമാനായ സുപാർശ്വൻ പറഞ്ഞതു യാതൊധാനാധിപൻ കേട്ടു സന്തുഷ്ടനായി. ആസ്ഥാന മണ്ഡപേ ചെന്നിരുന്നെത്രയോ ആസ്ഥയാ മന്ത്രികളോടും നിരൂപിച്ചു. ശിഷ്ടരായുള്ള ദിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിരു പോരിനായി. ചെന്നു രക്ഷോബലം രാമനോടേറ്റളവൊന്നൊഴിയാതെ ഒടുക്കിനാൻ രാമനും. മന്നവൻ തന്നോടെതിർത്തിതു രാവണൻ നിന്നു പോർ ചെയ്താൻ അഭേദമായി നിർഭയം. പിന്നെ രഘുത്തമൻ ബാണങ്ങളെയ്തു ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും. പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടുവാങ്ങി ദശാനനൻ. പോരുമിനി മമ പോരുമെന്നോർത്തതി ഭീരുവായി ലങ്കാപുരം പൊക്കനന്തരം. രാവണന്റെ ഹോമവിഘ്നം. ശുക്രനെ ചെന്നു നമസ്കരിച്ചെത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലിയിടിനാൻ. അർക്കാത്മജാതിയ മർക്കടവീരരും അർക്കാന്വയോദ്ഭൂതനാകിയ രാമനും ഒക്കെ ഒരുമിച്ചു വാരിധിയും കടന്നിക്കരെ വന്നു ലങ്കാപുരം പ്രാപിച്ചു. ശക്രാരി മുഖ്യ നിശാചരന്മാരെയുമൊക്കെ ഒടുക്കി ഞാൻ ഏകാകിയായതു. ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായതു. സദ്ഗുരു ഞാൻ തവ ശിഷ്യനല്ലോ വിഭു. വിജ്ഞാനിയാകിയ രാവണനാലിതി വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോടുപദേശിച്ചിതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരമതിരഹസ്യ സ്ഥലേ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൽ നിനക്കെടോ. വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നികുണ്ഡത്തിങ്കൽ നിന്നു പുറപ്പെടും. ബാണതൂണീരചാപാശ്വരധാദികൾ വാനവരാലും അജയ്യനാം പിന്നെ നീ. മന്ത്രം ഗ്രഹിച്ചുകൊള്ളുന്നോടു സാദര മന്ദരമെങ്ങിയേ ഹോമം കഴിക്ക നീ. ശുക്രമുനിയോടു മൂലമന്ത്രം കേട്ടു രക്ഷോഗണാധിപനാകിയ രാവണൻ. പന്നകലോക സമാനമായി തീർത്തിതു തന്നുടേ മന്ദിരം തന്നിൽ ഗുഹാതലം. ദിവ്യമാം ഹവ്യഗൗര്യാദി ഹോമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ. ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമകം പുക്കുശുദ്ധനായി. ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. വ്യോമമാർഗത്തോളമുത്ഥിതമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ. രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവ. ഹോമം കഴിഞ്ഞുകൂടിയിടുകിലെന്നുമേ നാം അവനോടു തോറ്റിടും മഹാരണേ. ഹോമം മുടക്കുവാനായി അയച്ചിടുക സാമോദമാശു കപികുലവീരരെ.
ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുതപുത്രാംഗദാദികളൊക്കവേ 100 കോടിപ്പടയോടും മഹാമതിലേറി കടന്നങ്ങു രാവണ മന്ദിരം. പുക്കുപുരപാലകന്മാരെയും കൊന്നു മർക്കടവീരരൊരുമിച്ചനാകുലം. വാരണവാജിരഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം. വ്യാജാൽ സരമ നിജകരസംജ്ഞയാ സൂചിച്ചിതു ദശഗ്രീവ ഹോമസ്ഥലം. ഹോമഗുഹാദ്വാരബന്ധന പാഷാണമാമയഹീനം പൊടിപെടുത്തങ്കദൻ. തത്ര ഗുഹയിലകം പുക്ക നേരത്തു നക്തഞ്ചരേന്ദ്രനെ കാണായിതന്തികേ. മറ്റുള്ളവർകളും അംഗദാനുജ്ഞയാ തെറ്റെന്നു ചെന്നു ഗുഹയിലിറങ്ങിനാർ. കണ്ണുമടച്ചുടൻ ധ്യാനിച്ചിരിക്കും അപുണ്യജനാധിപനെ കണ്ടു വാനരർ. താടിച്ചു താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊള്ളുകയും സംഭാര സഞ്ചയം. കുണ്ടത്തിലൊക്കെ ഒരിക്കലേ ഹോമിച്ചു ഖണ്ഡിച്ചിതുലകുമേഖലാജാലവും. രാവണൻ കയ്യിലിരുന്ന മഹാശ്രുവം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻ. താടനം ചെയ്താൻ അതുകൊണ്ടു സത്വരം ക്രീഡയാ വാനര ശ്രേഷ്ഠൻ മഹാബലൻ. ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും. ധ്യാനത്തിനേതും ഇളക്കമുണ്ടായില്ല മാനസേ രാവണനും ജയകാംക്ഷയാ. മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡലമെല്ലാം നുറുക്കിയിട്ടിടിനാൻ. വിസ്രസ്തനീവിയായി കഞ്ചുകഹീനയായി വിത്രസ്തയായി വിലാപം തുടങ്ങിയിടിനാൾ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാനെന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ. നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര, മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ. നിന്നുടെ മുമ്പിലിട്ടാശു കപിവരരെന്നെ തലമുടി ചുറ്റിപ്പിടിപെട്ടു. പാരിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പതു പോരെ പരിഭവമോർക്കിൽ ജളമതേ. എന്തിനായി കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗതമിനി എന്തോന്നു ദുർമതേ. ജീവിതാശാത്തെ ബലിയസി മാനസേ ഹാ വിധി വൈഭവമെത്രയുമദ്ഭുതം. അർദ്ധം പുരുഷനു ഭാര്യയല്ലോ ഭുവി, ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും ബദ്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നതുത്തമമേവനും. നാണവും പത്നിയും വേണ്ടിയില വന്നു തൻ പ്രാണഭയം കൊണ്ടു മൂഢൻ മഹാഖലൻ. ഭാര്യാവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നു തൻ വാളുമായി സത്വരം. അംഗദൻ തന്നോടടുത്താനതു കണ്ടു തുംഗശരീരികളായ കപികളും. രാത്രിഞ്ജരേശ്വര പത്നിയെയുമയച്ചാർത്തു വിളിച്ചു പുറത്തു പോന്നിടിനാർ. ഹോമമശേഷം മുടക്കി ഭയമെന്നു രാമാന്തികെ ചെന്നു കൈതൊഴുതിടിനാർ. മണ്ഡോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ. നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിനുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം. ഇപ്പോൾ അനുഭവമിത്തരം മാമകം. ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടു നീ,
ജ്ഞാനവിനാശനം ശോകമറികനീ. അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതമഹങ്കാരമായതും. നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം. ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്കു സംസാരവും അതോ കാരണം. ശോകഭയ ക്രോധലോഭമോഹസ്പൃഹാരാഗഹർഷാദി ജരാമൃത്യുജന്മങ്ങൾ. അജ്ഞാനജങ്ങൾ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലെ കളകനീ. ജ്ഞാനസ്വരൂപനാത്മാ പരനദ്വയനാനന്ദപൂർണസ്വരൂപനലേപകൻ. ഒന്നിനോടില്ല സംയോഗമതിഞ്ഞു മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും. ആത്മാനമിങ്ങനെ കണ്ടു തെളിഞ്ഞുടനാത്മനീ ശോകം കളകനീ വല്ലഭേ. ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നുവന്നിടുവൻ. അല്ലാകിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പനില്ലൊരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നു കളഞ്ഞുടനെന്നോടു കൂടവേ. പാവകൻ തങ്ങൾ പതിച്ചു മരിക്കതേ ഭാവനയോടുമെന്നാൽ ഗതിയും വരും. വ്യഗ്രിച്ചതു കേട്ടു മണ്ഡോദരിയും ദശഗ്രീവനോടു പറഞ്ഞാളതു നേരം. രാഘവനെ ജയിപ്പാനരുതാർക്കുമേ ലോകത്രയത്തിങ്കലെന്നു ധരിക്കനീ. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷദൻ നാരായണൻ രാമനായതും. ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വൈവസ്വതമനു തന്നെ രക്ഷിച്ചതും. രാജീവലോചനൻ മുന്നമൊരു ലക്ഷയോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്രമഥനകാലേ പുരാ ഘോരമാം മന്ദരം പൃഷ്ഠേ ധരിച്ചതും. പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മന്നിടം തേറ്റമേൽ വച്ചു പൊങ്ങിച്ചതും. ഘോരനായൊരു ഹിരണ്യകശിപുതൻ മാറിടം കൈനഖം കൊണ്ടു പിളർന്നതും. മൂന്നടി മണ്ണു ബലിയോടു യാചിച്ചു മൂലോകവും മൂന്നടിയായി അളന്നതും. ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും. പൃഥ്വീപതിയായ രാമനിവൻ തന്നെ. മാർത്താണ്ഡവംശേ ദശരഥ പുത്രനായി ധാത്രീസുതാവരനാകിയ രാഘവൻ. നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്നു പിറന്നതുമെന്നു ധരിക്കതീ. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃഥ നിർലജ്ജനാകയാൽ മൂഢാജലപ്രഭോ. വൈദേഹിയെ കൊടുത്തിടുക രാമനു സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരത്രയും നാമിനി കാനനം വാഴ്ക തപസ്സിനായി. മണ്ഡോദരി വാക്കു കേട്ടൊരു രാവണൻ ചണ്ഡപരാക്രമൻ ചൊന്നാനതു നേരം. പുത്രമിത്രമാദ്യ സോദരന്മാരെയും മൃത്യു വരുത്തി ഞാനേകനായി കാനനെ
ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ, ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ. രാഘവൻ തന്നോടെതിർത്തു യുദ്ധം ചെയ്തു വൈകുണ്ഠരാജ്യമനുഭവിച്ചിടുവൻ. രാവണ വിലാപം. യുദ്ധം അന്യോന്യം പറഞ്ഞിരിക്കുന്നേരം പുത്രൻ മരിച്ചത് കേട്ടൊരു രാവണൻ. അവിടെ കൊട്ടാരത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതിനിടയിലാണ് ഇന്ദ്രജിത്ത് മരിച്ച വൃത്താന്തം കൊട്ടാരത്തിലെത്തിയത്. ഉടനെ വീണിതു ഭൂമിയിൽ മോഹം കലർന്നതിക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. രാവണന്റെ പകുതി ഇല്ലാതായതുപോലെയായി. ഹാഹാ കുമാര മണ്ഡോദരീ നന്ദന, ഹാഹാ സുകുമാര വീരാ മനോഹര, മത് കർമ്മദോഷങ്ങൾ എന്ത് ചൊല്ലാവതു, എല്ലാം എന്റെ കർമ്മദോഷങ്ങളാണ്. ദുഃഖം ഇതെന്ന് മറക്കുന്നതുള്ളിൽ ഞാൻ, ഈ ദുഃഖം എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. എന്തായാലും നീ പോയതോടുകൂടെ വിണ്ണവർക്കും ദേവന്മാർക്കും ദ്വിജന്മാർക്കും ബ്രാഹ്മണന്മാർക്കും മുനിമാർക്കും ഇന്ന് നന്നായി ഉറങ്ങിയിടുമാറായതു. കാരണം അവരുടെ പേടി സ്വപ്നമായിരുന്നു ഇന്ദ്രജിത്ത്. പക്ഷേ നീ പോയതോടെ നമ്മെയും പേടിയില്ലാർക്കും. ഇനി ആർക്കും എന്നെ പേടിയുണ്ടാവുകയില്ല. കാരണം എന്റെ പകുതി ശക്തി നീയായിരുന്നു. മമ ജന്മവും നിഷ്ഫലമായി വന്നിതീശ്വര, ഇനി എന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്? പുത്രഗുണങ്ങൾ പറഞ്ഞും പുത്രന്റെ ഗുണങ്ങൾ പലതും പറഞ്ഞും നിരൂപിച്ചും അത്തൽ മുഴുത്തു, അത്രയധികം ദുഃഖം മുഴുത്ത് കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചത് ജാനകി തന്നെ കാരണം, ആ സീതയാണിതിനെല്ലാം കാരണം എന്നതുകൊണ്ട് ഞാൻ കൊന്നവൾ തന്നെ ചോര കുടിച്ചൊഴിച്ചെന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. അവളെ കൊന്നവളുടെ ചോര കുടിച്ചാൽ മാത്രമേ എന്റെ ദുഃഖമടങ്ങുകയുള്ളൂ എന്ന് ക്രോധാവേശത്താൽ ഖഡ്ഗവുമോങ്ങി ചിരിച്ചലറി തത്ര നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാം രാവണൻ. ഉടനെ തന്നെ അശോകവനികയിലേക്ക് പോയി സീതയും ദുഷ്ടനാം രാവണനെ കണ്ട് ഭീതയായത്രയും വേവധുഗാത്രിയായി. തന്നെ ഇപ്പോൾ കൊല്ലുമെന്ന പോലെ വരുന്ന രാവണനെ കണ്ട് സീതയും പേടിച്ചു വിറച്ചുപോയി. ഹാ രാമ രാമ രാമേതി ജപത്തൊടും ആരാമദേശേ വസിക്കും ദശാന്തരേ. അങ്ങനെ അവിടെ വസിക്കുന്ന സമയത്ത് ബുദ്ധിമാനായ സുപാർശ്വൻ, രാവണന്റെ മന്ത്രിയാണ് സുപാർശ്വൻ, നയജ്ഞനാണ്, അത്യുത്തമൻ, കർപ്പൂരസത്തമൻ, രാക്ഷസവംശത്തിൽ ജനിച്ചവരിൽ ശ്രേഷ്ഠനാണ്, വൃത്തവാൻ, സദ്ഗുണസമ്പന്നനാണ്. രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. സീതയെ കൊല്ലാതിരിക്കാൻ എന്തൊക്കെ പറയാമോ അതൊക്കെ പറഞ്ഞു. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാൻ, അങ്ങ് ബ്രഹ്മാവിന്റെ പിന്തുടർച്ചയിൽ വന്ന ആളാണ്. അങ്ങനെയുള്ള ഭവാൻ നിർമ്മലനെന്ന് ജഗത്രയ സമ്മതം. ഇവിടെ രാവണനെ ഒന്ന് പുകഴ്ത്തിയിട്ട് രാവണന്റെ ഉള്ളിലെ ക്രോധം തണുപ്പിക്കണം. അതിനാണ് പറയുന്നത് അങ്ങ് നിർമ്മലനാണ്. അത് ജഗത്രയം സമ്മതിച്ച കാര്യമാണ്. താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിന് ആവതല്ലോർക്കിൽ ഗുഹനും അനന്തനും. സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിക്കും അനന്തന് പോലും അങ്ങയുടെ ഗുണഗണത്തെ പറ്റി പറഞ്ഞാൽ തീരില്ല. ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പുരവൈരിയായ സാക്ഷാൽ പരമേശ്വരനെ സേവിക്കുന്നവരിൽ പ്രധാനനല്ലോ ഭവാൻ, അങ്ങാണ് പ്രധാനി. പൗലസ്ത്യനായ കുബേര സഹോദരൻ, ഈ ലോകത്തിൽ ഏറ്റവും ധനികനായ കുബേരന്റെ സഹോദരനാണ് അങ്ങ്. ത്രൈലോക്യവന്ദ്യനാം പുണ്യജനാധിപൻ, അങ്ങ് പുണ്യജനങ്ങളുടെ അധിപനാണ്. സാമവേദജ്ഞൻ, സാമവേദം അറിയുന്നവനാണങ്ങ്. സമസ്ത വിദ്യാലയൻ, സമസ്ത വിദ്യകൾക്കും ആലയം അങ്ങാണ്. അതായത് അങ്ങ് അറിയാൻ ഇനി വിദ്യകളൊന്നും ബാക്കിയില്ല. വാമദേവ അധിവാസാത്മാ, വാമദേവൻ എന്ന് പറഞ്ഞ പ്രശസ്തനായ ഒരു മഹർഷിയുണ്ട്. ആ മഹർഷിക്ക് തുല്യം ജ്ഞാനിയാണങ്ങ്. ജിതേന്ദ്രിയൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇവിടെ കാമാവേശത്താലാണ് സീതയെ കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പൊ തൽക്കാലം രാവണനെ പുകഴ്ത്തുകയെ രക്ഷയുള്ളൂ. അതുകൊണ്ട് പറഞ്ഞ് അങ്ങ് ജിതേന്ദ്രിയനാണ്, ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ചവനാണ്. ഈ കോപം അങ്ങേക്ക് ചേർന്നതല്ല. വേദവിദ്യ വ്രത സ്നാനപരായണൻ, വേദങ്ങളിലൊക്കെ പറയുന്ന എല്ലാ വിധത്തിലുള്ള വ്രതങ്ങളും യാഗങ്ങളും ഒക്കെ ചെയ്യുന്നവനാണങ്ങ്. ബോധവാൻ, അങ്ങ് അറിവുള്ളവനാണ്. ഭാർഗവ ശിഷ്യൻ വിനയവാനാണ് അങ്ങ്.
എന്നിരിക്കെ ഭവാൻ ഇന്ന് യുദ്ധാന്തരെ, ഈ ആണുങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനിടയ്ക്ക് അങ്ങ് ഇങ്ങനെയൊക്കെ വന്നത് നന്നു നന്നെത്രയും ഓർത്ത് കൽപ്പിച്ചതും അങ്ങ് ഇതാണ് ശരി എന്നൊക്കെ ചിന്തിച്ചത് കഷ്ടമായി പോയി. സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ. ആണുങ്ങൾ തമ്മിൽ ബലപരീക്ഷണം നടത്തി ജയിക്കുന്നതിന് പകരം ഇവിടെ സ്ത്രീയെ ഉപദ്രവിക്കാൻ വന്നത് നന്നായില്ല. അതാണ് സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തി വർദ്ധനം, അങ്ങയുടെ ദുഷ്കീർത്തിയെ വർദ്ധിപ്പിക്കുമത്. രാത്രിഞ്ചരേന്ദ്രപ്രവര പ്രഭോ, രാത്രിഞ്ചരേന്ദ്രന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളല്ലോ അല്ലയോ പ്രഭോ, മയാസാർത്ഥം എന്നോടുകൂടെ വിരവോട് പോരിക പോരിനായി. നമുക്ക് ആണുങ്ങളെ പോലെ പോർ ചെയ്ത് ജയിക്കാം. മാനവന്മാരെയും വാനരന്മാരെയും മാനേന അഭിമാനത്തോടുകൂടെ പോർ ചെയ്ത് കൊന്നു കളഞ്ഞ് എന്നിട്ട് നീ ജാനകി ദേവിയെ പ്രാപിച്ചുകൊള്ളുക. അപ്പോൾ പിന്നെ ജാനകി നിനക്ക് സ്വന്തമായില്ലേ? എന്തിനാണ് അതിനിടയിൽ ഇങ്ങനെ ഒരു സാഹസം? മാനസതാപവും ദൂരെ നീക്കിയിടുക. അങ്ങ് ഈ ദുഃഖമൊക്കെ മനസ്സിൽ നിന്ന് കളയൂ. ഇങ്ങനെ നീതിമാനായ സുപാർശ്വൻ പറഞ്ഞത് യാതുധാനാധിപൻ രാവണൻ കേട്ട് സന്തുഷ്ടനായി. അപ്പോൾ മനസ്സൊക്കെ ഒന്ന് തണുത്തു. അങ്ങനെ തിരിച്ച് ആസ്ഥാന മണ്ഡപേ ചെന്നിരുന്ന് എത്രയും ആസ്ഥയ താല്പര്യത്തോടുകൂടെ തന്നെ മന്ത്രികളോടും നിരൂപിച്ചു. ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി ഇനി ബാക്കി അവിടെയുള്ള രാക്ഷസന്മാരോടുകൂടെ പുഷ്ടരോഷം പുറപ്പെട്ടിതു പോരിനായി. ഉടനെ തന്നെ യുദ്ധത്തിന് പുറപ്പെട്ടു. ചെന്ന് രക്ഷോബലം രാമനോടേറ്റളവ് ഒന്നൊഴിയാതെ ഒടുക്കിനാൻ രാമനും. എന്നാൽ രാമനും ഏകദേശം യുദ്ധം അവസാനിക്കാൻ പോകുന്നതിന്റെ ആ ഒരു ആവേശത്തിൽ എല്ലാ രാക്ഷസന്മാരെയും കൊന്നൊടുക്കുകയാണ്. മന്നവൻ തന്നോട് എതിർത്തിതു രാവണൻ നിന്നു പോർ ചെയ്താൻ അഭേദമായി നിർഭയം. നിർഭയം അഭേദമായി എന്നാൽ അത് ഒന്നായി, ഭയമില്ലാതെയായി എന്നർത്ഥം. അപ്പോൾ രാവണൻ നേർക്ക് നിന്ന് പോർ ചെയ്യാൻ തുടങ്ങി. പിന്നെ രഘൂത്തമൻ ബാണങ്ങൾ എയ്തെയ്ത് ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും. എന്നാൽ രാഘവന്റെ കൂർത്ത ശരപ്രയോഗം കൊണ്ട് രാവണദേഹവും മുറിഞ്ഞു. ശരീരമാസകലം പാരം മുറിഞ്ഞ് തളർന്നു വശം കെട്ട് ധീരതയും വിട്ടു. വന്നപ്പോഴുണ്ടായ ആ ധീരതയൊക്കെ ഇല്ലാതായി. അങ്ങനെ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങി ദശാനനൻ. പോരുമിനി മമ പോരും, ഇന്നത്തെ എന്റെ യുദ്ധം മതി എന്നോർത്ത് അതിഭീരുവായി പെട്ടെന്ന് ഒരു ഭയം ഉള്ളിൽ വന്നു. അങ്ങനെ തിരിച്ച് ലങ്കാപുരം പുക്കനന്തരം തിരിച്ച് ലങ്കാപുരത്തിലേക്ക് വന്നു. രാവണന്റെ ഹോമവിഘ്നം. ശുക്രനെ ചെന്ന് നമസ്കരിച്ചത്രയും അസുരഗുരുവായ ശുക്രാചാര്യരുടെ അടുത്ത് ചെന്നു ശുഷ്കവദനായി ദുഃഖിച്ച മുഖത്തോടുകൂടെ നിന്ന് ചൊല്ലിയിടിനാൻ. അർക്കാത്മജാതിയാം സൂര്യന്റെ മകനായിട്ടുള്ള സുഗ്രീവനും മർക്കടവീരരും അർക്ക അന്വയ ഉദ്ഭൂതനായ സൂര്യവംശത്തിൽ ജനിച്ച രാമനും ഒക്കെ ഒരുമിച്ച് വാരിധിയും കടന്ന് ഇക്കരെ വന്ന് ലങ്കാപുരം പ്രാപിച്ച് ശക്രാരിയായ എന്റെ മകൻ ഇന്ദ്രജിത്ത് അടക്കമുള്ള നിശാചരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ഏകാഗിയായതു, ഞാൻ ഒറ്റക്കായിപ്പോയി. ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായതു സദ്ഗുരു, ഞാൻ ആകെ വശം കെട്ടിരിക്കുകയാണ്. ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ, അങ്ങയുടെ ശിഷ്യനല്ലേ, എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉപദേശിച്ചു തരൂ. വിജ്ഞാനിയാകിയ രാവണനാൽ വിജ്ഞാപിതനായ ഇങ്ങനെ പറയപ്പെട്ട ശുക്രമഹാമുനി രാവണനോട് ഉപദേശിച്ചു, ഇതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക, എങ്കിൽ നീ യാഗം ചെയ്ത് ദേവന്മാരെ പ്രസാദിപ്പിക്കുക. ശീഘ്രമൊരു ഗുഹയും തീർത്ത് ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യ സ്ഥലേ, അതിനായിട്ടൊരു ഗുഹ തന്നെ ഉണ്ടാക്കണം. അവിടെ രഹസ്യമായിട്ട് വേണം യാഗം ചെയ്യാൻ. ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയം എന്നാൽ നിനക്കെടോ. വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നികുണ്ഠത്തിങ്കൽ നിന്ന് പുറപ്പെടും. തടസ്സമില്ലാതെ ആ ഹോമം കഴിയുകയാണെങ്കിൽ ആ അഗ്നികുണ്ഡത്തിൽ നിന്ന് തന്നെ നിനക്ക് വേണ്ടുന്ന ബാണ തൂണീര ചാപ അശ്വരഥാദികൾ, ബാണവും ആവനാഴിയും ചാപവും അശ്വവും രഥവും ഒക്കെ നിനക്ക് ആ ഹോമത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്.
അങ്ങനെ ആകുമ്പോൾ പിന്നെ വാനവരാലും അജയ്യനാം, പിന്നെ ദേവന്മാർക്ക് പോലും നിന്നെ ജയിക്കാൻ പറ്റില്ല. ഇതാ നീ മന്ത്രം ഗ്രഹിച്ചുകൊള്ളുക എന്നോട് സാദരം അന്തരമെന്നിയെ, ഇനി ഒട്ടും താമസിക്കാതെ ഹോമം കഴിക്ക നീ. ശുക്രമുനിയോട് മൂലമന്ത്രം കേട്ട് രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നകലോക സമാനമായി, പന്നകലോകം പാതാളലോകം, പാതാളലോകം പോലെ ഒരു ഗുഹയൊക്കെ തീർത്തിതു. തന്നുടെ മന്ദിരം തന്നിൽ അവിടെ തന്നെ ഗുഹാതലം, ഒരു ഗുഹ, അന്തഃപുരത്തിനുള്ളിൽ ഇരുട്ട് മൂടിയ ഒരു നിലവറ പോലെ ഒരു ഗുഹയൊക്കെ നിർമ്മിച്ചിട്ട് അവിടെ ചെന്നിട്ട് ദിവ്യമാം ഹവ്യ ഗവ്യാദി ഹോമായ, ഈ ഹോമത്തിനായി കൊണ്ടുള്ള എല്ലാ സാമഗ്രികളും സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചുകൊണ്ടവൻ, അവിടെ അവൻ ഈ ഹോമത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ സമ്പാദിച്ചു കൊണ്ടുവന്നു വെച്ചു. ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചു, എല്ലാ വാതിലുകളും അടച്ച് അതിൽ ശങ്കാവിഹീനമകം പൊക്കു ശുദ്ധനായി ധ്യാനമുറപ്പിച്ചു. തൽഫലം പ്രാർത്ഥിച്ചു, ഇതിന്റെ ഫലം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മൗനവും ദീക്ഷിച്ചു. ഹോമം തുടങ്ങിനാൻ. എന്നാൽ അഗ്നിയെ തടഞ്ഞു വെക്കാൻ സാധിക്കില്ല. അങ്ങനെ വ്യോമമാർഗത്തോളം ഉത്ഥിതമായൊരു ആകാശമാർഗത്തിൽ വന്ന് ആ ഹോമധൂപം കണ്ട് പുക കണ്ടിട്ട് രാവണ സോദരൻ വിഭീഷണൻ രാമചന്ദ്രന് കാട്ടിക്കൊടുത്തിയിടിനാൻ. നോക്കൂ രാഘവ, ഹോമം തുടങ്ങി ദശാനനൻ, ദാ ഹോമം തുടങ്ങിയിരിക്കുന്നു. രാവണൻ ഹോമം കഴിഞ്ഞുകൂടിയിടുകിൽ എന്നുമേ നാം അവനോട് തോറ്റിയിടും മഹാരനെ. ഈ ഹോമം മുടങ്ങാതെ അവൻ പൂർത്തിയാക്കിയാൽ പിന്നെ അവനെ ജയിക്കാൻ സാധ്യമല്ല. ഹോമം മുടക്കുവാനായി അയച്ചിടുക സാമോദമാശു കപികുലവീരരെ, കവികളാണ് അതിന് ഏറ്റവും ഉത്തമം, അവരെ അയക്കുക. അങ്ങനെ ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ട് മാരുതപുത്ര അംഗദാദികളൊക്കവേ 100 കോടി പടയോടും മഹാമതിലേറിക്കടന്നങ്ങ് രാവണ മന്ദിരം പൊക്കു. ഉടനെ രാവണൻ താമസിക്കുന്ന ആ സ്ഥലത്തെത്തി പുരപാലകന്മാരെയും കൊന്നു. മർക്കടവീരരൊരുമിച്ച് അനാകുലം, ഒട്ടും വിഷമമില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ വാരണവാജി രഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം. ഇതെവിടെയാണ് ഹോമം ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അതിങ്ങനെ ആരായുകയാണ്, ചോദിച്ചു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സരമ, വിഭീഷണന്റെ പത്നി, വ്യാജാൽ, അതായത് അവർക്ക് കൈ ആംഗ്യം കൊണ്ട് കാണിച്ചു കൊടുത്തു എവിടെയാണ് ഹോമം ചെയ്യുന്നത്. നിജ കരസപ്ഞയാ, കൈ കൊണ്ട് ആംഗ്യം കാണിച്ചു. സൂചിച്ചിതു ദശഗ്രീവ ഹോമസ്ഥലം, സരമയാണ് കാണിച്ചു കൊടുക്കുന്നത്. ഹോമഗുഹാദ്വാര ബന്ധന പാഷാണം ആമയഹീനം പൊടിപെടുത്തങ്കതൻ. അപ്പൊ ഹോമം ചെയ്യുന്ന അവിടെ ആ ഗുഹാദ്വാരം വലിയൊരു പാറക്കല്ലുകൊണ്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഒറ്റ അടിക്ക് അതൊക്കെ പൊടിയായി. അങ്കദനാണ് അത് ചെയ്തത്. അങ്ങനെ എല്ലാവരും തത്ര ഗുഹയിൽ അകംപുക്ക നേരത്ത് നക്തഞ്ചരേന്ദ്രനെ കാണായി തന്തികെ, അവിടെ രാവണനെ കണ്ടു. മറ്റുള്ളവர்களுം അങ്കദ അനുജ്ഞയാ തെറ്റെന്ന് ചെന്ന് ഗുഹയിലിറങ്ങിനാർ. എല്ലാവരും ആ ഗുഹയിലിറങ്ങി. കണ്ണുമടച്ചുടൻ ധ്യാനിച്ചിരിക്കുമാ പുണ്യജനാധിപനെ കണ്ടുവാനറർ. രാവണനെ കണ്ടിട്ട് താടിച്ചു ഭൃത്യജനങ്ങളെ, അവിടെ കാവൽ നിന്ന ഭൃത്യജനങ്ങളെയൊക്കെ അടിച്ചോടിച്ചു, പീഡിച്ചുകൊള്ളുകയും സംഭാര സഞ്ചയം മാത്രമല്ല, അവിടെ ഹോമത്തിനായിട്ട് സംഭരിച്ചു വെച്ച കാര്യങ്ങളൊക്കെ കുണ്ടത്തിലൊക്കെ ഒരിക്കലേ ഹോമിച്ചു. എല്ലാം ഒറ്റയടിക്ക് അങ്ങോട്ട് ഹോമിച്ചു കൊടുത്തു. ഖണ്ഡിച്ചിതു ലഘു മേഖലാജാലവും, അവിടെ ആ ഹോമകുണ്ഡത്തെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മതിലൊക്കെ കെട്ടിയിട്ടുണ്ട്, അതൊക്കെ പൊട്ടിച്ചു. രാവണൻ കയ്യിലിരുന്ന മഹാശ്രുവം, ഈ ഹോമം ചെയ്യാനുള്ള ഒരു തവിയുണ്ട്, അതൊക്കെ എടുത്തിട്ട് പാവനി ഹനുമാൻ ശീഘ്രം പിടിച്ചു പറിച്ചുടൻ രാവണന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച് അതെടുത്തിട്ട് താടനം ചെയ്താൻ. അതെടുത്ത് ഒരൊറ്റ അടി കൊടുത്തു. അതുകൊണ്ട് സത്വരം ക്രീഡയാ വാനരശ്രേഷ്ഠൻ മഹാബലൻ, മഹാബലവാനായ ഹനുമാൻ അങ്ങനെ അടിച്ചു രാവണനെ. എന്നിട്ട് ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം, രാവണൻ അനങ്ങുന്നില്ല, പക്ഷേ ഇവർ കടിച്ചും നഖങ്ങൾ കൊണ്ടും മാന്തിയും ഒക്കെ ആ രാവണന്റെ ശരീരത്തെ കീറി മുറിച്ചു, കീറിനാൻ ഏറ്റവും. എന്നിട്ടും ധ്യാനത്തിനേതും ഇളക്കമുണ്ടായില്ല. കാരണം ഇത് അവസാനത്തെ മാർഗമാണ്, ഇത് പോയാൽ തീർന്നു, ഇത് മുടങ്ങിയാൽ
തന്റെ ജീവന് തന്നെ ആപത്താണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഹോമം തുടരണം എന്ന ആ ഒരു ദൃഢനിശ്ചയത്തോടുകൂടെ രാവണൻ ഇരിക്കുകയാണ്. മാനസേ രാവണനും ജയകാംക്ഷയ, ജയിക്കണമെന്ന ഒറ്റ ആഗ്രഹം കൊണ്ട് എന്തു വന്നിട്ടും ധ്യാനത്തിനിളക്കം വന്നില്ല. അപ്പോൾ ഈ കവികൾ വിചാരിച്ചു, രാവണനെ ഉപദ്രവിച്ചിട്ട് കാര്യമില്ല, ഭാര്യയെ ഉപദ്രവിക്കണം. അങ്ങനെ കൊട്ടാരത്തിലിരുന്ന മണ്ഡോദരിയെ പിടിച്ചു വലിച്ച് തൻ മണ്ഡനമെല്ലാം, ആ മണ്ഡോദരി അണിഞ്ഞിരുന്ന എല്ലാ ആഭരണങ്ങളും നുറുക്കിയിട്ടിടിനാൻ. മാത്രമല്ല മണ്ഡോദരിയുടെ വസ്ത്രം പിടിച്ചു വലിക്കാൻ തുടങ്ങി. അങ്ങനെ വിസ്രസ്ത നീവിയായി, കഞ്ചുകഹീനയായി, മുലക്കച്ചയൊക്കെ അഴിഞ്ഞു വീണു, വിത്രസ്തയായി പേടിച്ചു വിറച്ച് വിലാപം തുടങ്ങിയിടിനാൾ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാൻ എന്ത് ദുഷ്കൃതം ചെയ്തതു ദൈവമേ, നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര, എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടും ഈ ധ്യാനം തുടരാൻ നിനക്ക് നാണമില്ലേ? മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ. സാധാരണ അഭിമാനം വേണ്ട സമയമാണിത്. നിന്നുടെ മുമ്പിലിട്ടാശു കവിവരരെന്നെ തലമുടി ചുറ്റി പിടിപെട്ട് പാരിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പത്. ഒരു ഭാര്യയെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിരിക്കാൻ പോരെ പരിഭവമോർക്കിൽ ജളമതേ, നിനക്ക് നാണമില്ലേ? ജളനായിട്ടിങ്ങനെ ഒരു വിഡ്ഢിയെ പോലെ ഇരിക്കാതെ എന്തിനായിക്കൊണ്ട് നിൻ ധ്യാനവും ഹോമവും? എന്തിനാണ് ഈ ധ്യാനം? ഇതൊക്കെ വെറുതെയാണ്. അന്തർഗതം ഇനി എന്തോന്ന് ദുർമതേ, ഇനി എന്ത് സാധിക്കാനാണ് നിനക്ക്? ജീവിതാശാത്തെ ബലീയസി മാനസെ, നിനക്ക് ഇനിയും ജീവിച്ചിരിക്കാൻ ഇത്ര ആഗ്രഹമുണ്ടോ? ഹാ വിധി വൈഭവം എത്രയും അത്ഭുതം. എല്ലാവരും മരിച്ചു, എല്ലാ വേണ്ടപ്പെട്ടവരും മരിച്ചു, എന്നിട്ടും നിനക്ക് ആശ തീർന്നില്ലേ രാവണ? അർദ്ധം പുരുഷന് ഭാര്യയല്ലോ ഭുവി. ഒരു പുരുഷന്റെ അർദ്ധഭാഗമാണ് ഭാര്യ. അപ്പോൾ ഭാര്യയ്ക്ക് വേദനിച്ചാൽ പുരുഷന് വേദനിക്കണം, അതാണ് നിയമം. എന്നിട്ടിവിടെ ശത്രുക്കൾ വന്ന് അവളെ പിടിച്ചെത്രയും ബദ്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ അതിലും നല്ലത് മൃത്യു ഭവിക്കുന്നത് ഉത്തമമേവനും, അതിലും നല്ലത് നീ പോയി മരിക്കുന്നതാണ്. നാണവും പത്നിയും വേണ്ടിയില്ലവന് തൻ പ്രാണഭയം കൊണ്ട് മൂഢൻ മഹാഖലൻ. നാണവുമില്ല പത്നിയും വേണ്ട എന്നാണെങ്കിൽ നീ മരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ഒരു പ്രാണഭയമുള്ളൊരു മൂഢൻ, മഹാഖലൻ, ദുഷ്ടനാണ് നീ. ഇങ്ങനെയുള്ള ഭാര്യാവിലാപങ്ങൾ കേട്ട് ദശാനനൻ ധൈര്യമകന്ന് ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. അങ്ങനെ തൻ വാളുമായി സത്വരം അംഗദൻ തന്നോടടുത്താൻ. അതുകൊണ്ടു തുംഗശരീരികളായ കവികളും രാത്രീഞ്ചരേശ്വര പത്നിയെയും അയച്ചു. അവർക്കത്രേ വേണ്ടൂ, ഹോമം മുടക്കണം. അങ്ങനെ അവരൊക്കെ ഓടിപ്പോയി. ആർത്ത് വിളിച്ചു പുറത്തു പോന്നിടിനാർ. അവിടെ വെച്ച് രാവണനോട് യുദ്ധം ചെയ്യാനൊന്നും അവർക്ക് ഭാവമില്ല, അവർക്ക് ഈ ഹോമം മുടക്കണം. അത് നടന്നപ്പോൾ മണ്ഡോദരിയെ വിട്ടിട്ട് അവർ ഓടിപ്പോയി. ഹോമം അശേഷം മുടക്കി വയം, ഞങ്ങൾ ഹോമം മുടക്കി എന്ന് രാമാന്തികയെ ചെന്ന് കൈതൊഴുതിയിടിനാർ. മണ്ഡോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ. മണ്ഡോദരിയെ നോക്കിയിട്ട് രാവണൻ ഇപ്രകാരം പറയുകയാണ്. ഇവിടെ രാവണൻ തത്വോപദേശം കൊടുക്കുകയാണ് മണ്ഡോദരിക്ക്. നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും, ഇതൊക്കെ ആ വിധി കൽപ്പിതമാണ്. ജാതനായാൽ മരിക്കുന്നതിന് മുന്നമേ, ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുൻപ് കൽപ്പിച്ചതെല്ലാം, വിധി കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം. ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം, ഇതൊക്കെ നമുക്ക് വിധി കൽപ്പിച്ച അനുഭവമാണ്. ഇത് നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ. ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടു നീ. ജ്ഞാനം, ആത്മവിദ്യ, ഇവിടെ രാവണനാണ് പറയുന്നത്. ജ്ഞാനമുണ്ടെങ്കിൽ എല്ലാ ദുഃഖവും ഇല്ലാതെയാകും. ജ്ഞാനവിനാശനം ശോകമറിക നീ. ജ്ഞാനം ഇല്ലാതാകുന്നതാണ് നമ്മുടെ ശോകത്തിന് കാരണമെന്ന് അറിയുക. അജ്ഞാന സംഭവം ശോകമാകുന്നത്, അജ്ഞാനം ഉണ്ടാകുമ്പോൾ നമുക്ക് ശോകമുണ്ടാകുന്നതു. ഇനി അജ്ഞാനജാതം അഹങ്കാരമായതും, ഈ അറിവില്ലായ്മയിൽ നിന്നാണ് ഞാനെന്ന വ്യക്തിബോധവും ഉണ്ടാകുന്നത്. നശ്വരമായ ശരീരാദികളിലെ ഈ നശിക്കുന്ന ശരീരത്തിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം. ഈ ശരീരം ഞാനിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണം എന്ന ആ ഒരു ചിന്തയും അജ്ഞാനമാണ്. ദേഹമൂലം പുത്രധാരാദി ബന്ധവും, ദേഹമുള്ളിടത്തോളമാണ് നമുക്ക് പുത്രൻ, ഭാര്യ തുടങ്ങിയ ബന്ധമൊക്കെ ഉണ്ടാകുന്നത്. ദേഹിക്ക് സംസാരവും അത് കാരണം. ഈ ജീവന് ഈ സംസാര ബന്ധമുണ്ടാകുന്നതും ഈ ഒരു കാരണത്താലാണ്.
ശോക ഭയ ക്രോധ ലോഭ മോഹ സ്പൃഹ രാഗ ഹർഷാദി ജരാ മൃത്യു ജന്മങ്ങൾ. നമ്മുടെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്നതാണ് ശോകം, ഭയം, ക്രോധം, ലോഭം, മോഹം, സ്പൃഹ. എത്ര കിട്ടിയാലും ഇനിയും വേണമെന്നുള്ള ആഗ്രഹം, ആളുകളോടുള്ള ആസക്തി, രാഗം, ഹർഷം, സന്തോഷം, ജരാ മൃത്യു, പ്രായമാവുക, സുഖം വരിക, മൃത്യു, ജന്മം, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നത് അജ്ഞാനജങ്ങൾ. അത് അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന വെറുമൊരു ഭ്രമമാണ്. അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലെ കളക നീ. എല്ലാ ജന്തുക്കൾക്കും ഈ ഒരു ഭ്രമം ഉണ്ടാകുന്നത് അജ്ഞാനം കൊണ്ടാണ്. അതുകൊണ്ട് നിന്റെ ഈ ദുഃഖവും അജ്ഞാനം കൊണ്ടാണെന്ന് മനസ്സിലാക്കി എല്ലാം അകലെ കളയുക. ജ്ഞാനസ്വരൂപൻ ആത്മാ പരൻ അദ്വയൻ ആനന്ദപൂർണ സ്വരൂപൻ അലേപകൻ. ഒന്നിനാലും ഒട്ടിപ്പിടിക്കാത്തവനാണ് ആ പരമാത്മാവ്. അതുകൊണ്ട് തന്നെ ഒന്നിനോടില്ല സംയോഗം, ഒന്നിനോടും ആ ആത്മാവിന് സംയോഗമില്ല. അതിന് മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും, ഒന്നിനോടും അതിന് വിയോഗവുമില്ല. സംയോഗമുണ്ടെങ്കിലേ വിയോഗമുള്ളൂ. ആത്മാനം ഇങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനി ശോകം കളകനീ വല്ലഭേ. ഉള്ളിൽ ആ ആത്മാവിനെ കണ്ടറിയുക, അപ്പോൾ നിനക്ക് ദുഃഖമില്ലാതെയാകും. ഞാൻ ഇനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവൻ, അല്ലായെങ്കിലോ രാമസായകമേറ്റ് കൈവല്യവും പ്രാപിപ്പൻ ഇല്ലൊരു സംശയം. ഒന്നുകിൽ ഞാൻ ജയിക്കും, അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രന്റെ ആ സായകമേറ്റ് എനിക്ക് കൈവല്യം സംഭവിക്കും, മോക്ഷം സംഭവിക്കും. ഇനി എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നുകളഞ്ഞുടൻ എന്നോടുകൂടവേ പാവകൻ തങ്കിൽ പതിച്ച് മരിക്ക നീ. വീണ്ടും ഒരു ലൗകികനെ പോലെ സംസാരിക്കുകയാണ്. എന്നെ രാമൻ കൊലപ്പെടുത്തുകയാണെങ്കിൽ നീ സീതയെ കൊന്നുകളയണം, എന്നിട്ട് എന്നോടുകൂടെ അഗ്നിയിൽ ചാടി മരിക്കണം. ഭാവനയോടും എന്നാൽ ഗതിയും വരും. അങ്ങനെ ഭാവന ചെയ്ത് എന്നോടുകൂടെ നീ മരിക്കുന്നു, എന്നോടുകൂടെ ചേരാനാണെന്ന് ഭാവന ചെയ്താൽ നിനക്ക് സദ്ഗതി വരും. വ്യഗ്രിച്ചത് കേട്ട് മണ്ഡോദരിയും ദശഗ്രീവനോട് പറഞ്ഞാൾ അതു നേരം. ഇങ്ങനെ പറഞ്ഞപ്പോൾ മണ്ഡോദരി പറഞ്ഞു, രാഘവനെ ജയിപ്പാൻ അരുതാർക്കുമേ. രാഘവനെ എന്നും ഒരാൾക്കും ജയിക്കാൻ സാധിക്കില്ല, ലോകത്രയത്തിങ്കൽ എന്ന് ധരിക്ക നീ. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷദൻ നാരായണൻ രാമനായതും. ദേവൻ മകരാവതാരം അനുഷ്ഠിച്ചു, മുൻപ് മത്സ്യാവതാരം അനുഷ്ഠിച്ചു, വൈവസ്വതമനു തന്നെ രക്ഷിച്ചതും. രാജീവലോചനൻ ഇതേ രാമൻ മുന്നമൊരു ലക്ഷം യോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്രമഥനകാലേ, പാലാഴി മഥനകാലത്തിൽ പുരാ പണ്ട് ഘോരമാം മന്ദരപർവ്വതത്തെ പൃഷ്ഠേ ധരിച്ചതും. ഇനി പന്നിയായി വരാഹമായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്ന് മന്നിടം ഭൂമിയെ തന്റെ തേറ്റമേൽ വെച്ച് പൊങ്ങിച്ചതും. അത് കഴിഞ്ഞ് ഘോരനായൊരു ഹിരണ്യകശിപുതൻ മാറിടം കൈനഖം കൊണ്ട് പിളർന്നതും. 3 അടി മണ്ണ് ബലിയോട് യാചിച്ച് മൂലോകവും 3 അടിയായി അളന്നതും. ക്ഷത്രിയരായി പിറന്ന അസുരന്മാർ ക്ഷത്രിയരായി പിറന്നപ്പോൾ അവരെ നശിപ്പിക്കാൻ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും പരശുരാമനായതും. പൃഥ്വീപതിയായ രാമൻ ഇവൻ തന്നെ, ഇതേ രാമൻ തന്നെയാണ് അന്ന് ആ ഓരോ അവതാരവും എടുത്തത്. മാർത്താണ്ഡവംശേ ദശരഥപുത്രനായി, സൂര്യവംശത്തിൽ ഇപ്പോൾ ദശരഥന്റെ മകനായി ധാത്രീസുതാവരനാകിയ രാഘവൻ, ഭൂമിസുതയുടെ പതിയായിട്ടുള്ള രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലെ വന്നു പിറന്നതും എന്ന് ധരിക്ക നീ. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃഥ. നമ്മുടെ മകന് നാശം വരുത്തുവാൻ വേണ്ടി, നിനക്ക് മൃത്യു വരുത്താൻ നീ ആ വിധിക്ക് വശപ്പെട്ടിട്ട് ശ്രീരാമചന്ദ്രന്റെ ഭാര്യയെ കട്ടുകൊണ്ടുവന്നുവല്ലോ. നിർലജ്ജനാകയാൽ മൂഢാ ജലപ്രഭോ. നീ ആ വിധിയുടെ കളിപ്പാട്ടം പോലെയായി, അത് നീ അറിഞ്ഞില്ലല്ലോ മൂഢ എന്നാണ് പറയുന്നത്. ഇനിയെങ്കിലും കുറച്ചെങ്കിലും ഒരു മാർഗം, എന്തെങ്കിലും ഒരു മാർഗം ബാക്കിയുണ്ടെങ്കിൽ അത് ഇത് മാത്രമാണ്. വൈദേഹിയെ കൊടുത്തിടുക രാമന്, സോദരനായിക്കൊണ്ട് രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരെത്രയും
ശ്രീരാമചന്ദ്രൻ എല്ലാം ക്ഷമിക്കും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ, സീതയെ തിരിച്ചു കൊടുത്താൽ. എന്നിട്ട് നാം ഇനി കാനനം വാഴുക തപസ്സിനായി, എന്നിട്ട് നമുക്ക് കാട്ടിൽ പോയി തപസ് ചെയ്യാം. മണ്ഡോദരി വാക്ക് കേട്ടൊരു രാവണൻ, ചണ്ഡപരാക്രമൻ, അത്യന്തം പരാക്രമശാലിയായ ആ രാവണൻ ചൊന്നാൻ അതുനേരം, പുത്ര മിത്ര അമാത്യ സോദരന്മാരെയും എനിക്കു വേണ്ടി എന്റെ മക്കൾ മരിച്ചു, സുഹൃത്തുക്കൾ മരിച്ചു, മന്ത്രിമാർ മരിച്ചു, സോദരന്മാർ മരിച്ചു, ഇങ്ങനെ ഇവരെയൊക്കെ മൃത്യുവിന് വിട്ടുകൊടുത്ത് അവർക്ക് മൃത്യു വരുത്തി ഞാൻ ഏകനായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ. അവിടെയാണ് രാവണന്റെ ഒരു മഹത്വം പറയുന്നത്. എനിക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം നിങ്ങളൊക്കെ പറയുന്നത് പോലെ, പക്ഷെ അതെങ്ങനെ ശരിയാകും? എനിക്ക് വേണ്ടി ജീവൻ കളഞ്ഞവരെ മറന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് കാനനത്തിൽ പോയി എങ്ങനെ സന്യസിക്കും? മാത്രമല്ല, നമ്മൾ ഭാവിച്ച വണ്ണം, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും ഈ ലോകത്ത് ഭവിക്കയില്ലൊന്നുമേ, ഒന്നും സംഭവിക്കില്ല. അതൊക്കെ വിധി എങ്ങനെ നിശ്ചയിച്ചോ അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് രാഘവൻ തന്നോട് എതിർത്ത് യുദ്ധം ചെയ്ത് വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ. ഇത് മാത്രമാണ് നടക്കാൻ പോകുന്നത്. ശ്രീരാമചന്ദ്രനോട് യുദ്ധം ചെയ്ത് ഞാൻ ആ വൈകുണ്ഠരാജ്യത്തെ അനുഭവിക്കാൻ പോകുന്നു. ഓം ശ്രീരാമചന്ദ്രായ